അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാന്റെ അതിഭീകരമായിട്ടുള്ള തിരിച്ചടി. കുവൈറ്റിലെ US സൈനിക ബേസുകൾക്ക് മുകളിൽ അക്ഷരാർത്ഥത്തിൽ മിസൈൽ പെരുമഴയാണ് പെയ്തിറങ്ങിയത്. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിക്ക് സഖ്യരാജ്യങ്ങളുടെ മണ്ണിൽ പോലും സുരക്ഷയില്ലാത്ത അസാധാരണവും സ്ഫോടനാത്മകവുമായിട്ടുള്ള സാഹചര്യമാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കുന്നത്. അമേരിക്കൻ സൈനികരെയും അവരുടെ പ്രതിരോധ സംവിധാനങ്ങളെയും കൃത്യമായി ലക്ഷ്യം വെച്ചായിരുന്നു കുവൈറ്റിലെ ഇറാന്റെ പുതിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ. ഇതിൽ അമേരിക്കയുടെ സുപ്രധാന റഡാർ സംവിധാനങ്ങൾ പൂർണ്ണമായും തകർക്കപ്പെട്ടതായിട്ടാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ആകാശത്ത് അഗ്നിഗോളങ്ങൾ തീർത്തുകൊണ്ട് മിസൈലുകൾ പതിച്ചതോടെ കുവൈറ്റ് അടിയന്തരമായി തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഇറാനിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ അമേരിക്കൻ സൈന്യത്തിന് ഇടം നൽകിയത് കുവൈറ്റ് ആണെന്നും അതിന്റെ അനന്തര ഫലമാണ് ഈ മിസൈൽ ആക്രമണമെന്നുമാണ് ഇറാൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനിയും ശക്തമായിട്ടുള്ള പ്രത്യാക്രമണങ്ങൾ ഉണ്ടാകുമെന്ന ഇറാന്റെ മുന്നറിയിപ്പ് കുവൈറ്റ് ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളെ കടുത്ത ആശങ്കയിലാക്കിയിട്ടുണ്ട്. വൻ ശക്തികളുടെ പോരാട്ടത്തിൽ ഗൾഫ് രാജ്യങ്ങൾ തികച്ചും നിസ്സഹായരായിട്ടുള്ള യുദ്ധഭൂമിയായി മാറുകയാണ്. കഴിഞ്ഞ ദിവസം തെക്കൻ ഇറാനിലെ ചബഹാർ, അഹ്വാസ്, ബന്ദർ അബ്ബാസ് എന്നീ നഗരങ്ങളിൽ അമേരിക്ക നടത്തിയ വ്യോമാക്രമണങ്ങൾക്കുള്ള നേരിട്ടുള്ള പ്രതികാരമായിട്ടാണ് ഈ ആക്രമണ പരമ്പരകൾ ഇറാൻ അഴിച്ചുവിട്ടിരിക്കുന്നത്. ജോർദാനിലും ബഹ്റൈനിലും അമേരിക്കൻ വാർത്താവിനിമയ സംവിധാനങ്ങളും ഇന്ധന സംഭരണികളും തകർത്തതിന് തൊട്ടു പിന്നാലെയാണ് കുവൈറ്റിലും അമേരിക്കയെ തേടി ഇറാന്റെ പ്രഹരമെത്തുന്നത്. നിലവിലെ സാഹചര്യങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഒരു വശത്ത് അമേരിക്കൻ സൈനിക താവളങ്ങൾ ഒന്നൊന്നായി ആക്രമിക്കപ്പെടുന്നു, മറുവശത്ത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതയായിട്ടുള്ള ഹോർമൂസ് കടലിടുക്ക് ഇറാൻ ഉപരോധിക്കുന്നു. ഇത് ആഗോള സാമ്പത്തിക മേഖലയെയും എണ്ണവിലയും ഇതിനോടകം തന്നെ ഗുരുതരമായി ബാധിച്ചു കഴിഞ്ഞു. അമേരിക്കൻ സഖ്യകക്ഷികൾ പോലും പ്രതിരോധത്തിലായിട്ടുള്ള ഈ അവസ്ഥ തങ്ങളുടെ സൈനിക മേധാവിത്വത്തിന് വലിയൊരു കളങ്കമായിട്ടാണ് അമേരിക്ക കാണുന്നത്. ഒട്ടും പിന്നോട്ടില്ലാത്ത ഇറാനും ഈ തിരിച്ചടികൾക്ക് കനത്ത മറുപടി നൽകാൻ നിർബന്ധിതരായ അമേരിക്കയും നേർക്കുനേർ വരുമ്പോൾ പശ്ചിമേഷ്യ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് വഴുതി വീഴുകയാണ്. സമാധാനത്തിന്റെ എല്ലാ വാതിലുകളും അടയുകയും കുവൈറ്റ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചോരക്കളമാകുകയും ചെയ്യുന്ന ഈ യുദ്ധം ലോകത്തെ എങ്ങോട്ടാണ് നയിക്കുക എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു.